എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനന്റ് വേക്കൻസിയാണ്. നമുക്ക് 1,00,000 മുകളിലായിട്ട് നമുക്ക് സാലറി പ്രതീക്ഷിക്കാവുന്ന ജോലിയാണ്. ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണുക. അതിനുശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, വിവിധ ഡിസിപ്ലിനിൽ വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അഡ്വർടൈസിംഗ് നമ്പർ ഇവിടെ കാണാവുന്ന /2025 CHQ ആണ് അഡ്വർടൈസിംഗ് നമ്പർ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് GOCL എജുലാൻഡ്. ഇതിൽ നിങ്ങൾക്ക് ഓരോ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ആ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നമ്മുടെ വാട്സപ്പ് ചാനൽ, അതുപോലെ ടെലഗ്രാം ചാനലൊക്കെ ഉണ്ട്. അതൊക്കെ ജോയിൻ ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതിലൊന്നും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ഫോളോ എന്നുള്ള ബട്ടൺ നോക്കിയെങ്കിൽ ഫേസ്ബുക്ക് പേജിലേക്ക് പോകാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിന് നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ്. ഇതിലേക്ക് നമുക്ക് ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് 13 വേക്കൻസിയാണ്. അതിൽ തന്നെ 5 വേക്കൻസി ജനറൽ, 1 വേക്കൻസി EWS, 4 വേക്കൻസി OBC, 2 വേക്കൻസി SC, 1 വേക്കൻസി ST. ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അടുത്ത ജൂനിയർ എക്സിക്യൂട്ടീവിൽ ഹ്യൂമൻ റിസോഴ്സിലേക്കാണ്. ഇത് നിങ്ങൾക്ക് കാണാം 66 വേക്കൻസി ഉണ്ട്. 30 വേക്കൻസി ജനറൽ, 6 വേക്കൻസി EWS, 17 വേക്കൻസി OBC, 9 വേക്കൻസി SC, STക്ക് 4 വേക്കൻസി. ഇങ്ങനെയാണ്. ഇതിനടുത്ത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 4 വേക്കൻസിയാണ് ടോട്ടൽ. അതിൽ 4 വേക്കൻസി ജനറൽ വേക്കൻസിയാണ്. ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് റിസർവ്ഡ് വേക്കൻസി ഒന്നും തന്നെ ഈ പറയുന്ന ഒഫീഷ്യൽ ലാംഗ്വേജിലില്ല. അപ്പോൾ റിസർവ്ഡ് വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് ജനറൽ ആയതുകൊണ്ട് ഏത് കാറ്റഗറിയിലേക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് 4 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ വേക്കൻസി ഇല്ലാതെ നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട, ഈ 4 വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഏകദേശം വേക്കൻസി. അപ്പോൾ വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ PWDക്ക് സ്യൂട്ടബിൾ ആയുള്ള പോസ്റ്റുകൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് അതിൻ്റെ അവർക്ക് അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. അതിൻ്റെ ഫംഗ്ഷണൽ റിക്വയർമെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശാരീരിക വൈകല്യങ്ങളുള്ളവരുടെ കാര്യമാണ് അവർ പറയുന്നത്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. നിങ്ങൾക്ക് കാണാം ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ആണ്. നിങ്ങൾക്ക് കാണാം ഇൻ ഫയർ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ നിങ്ങൾക്ക് BEയോ അല്ലെങ്കിൽ BTechോ അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗോ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഫയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലുള്ള നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ നിങ്ങൾക്കുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഫൈനൽ സെമസ്റ്ററിൽ പഠിക്കുന്നവർക്കും അതല്ലെങ്കിൽ നിങ്ങൾ ഇയർ വൈസ് ആയിട്ടാണ് ഫൈനൽ ഇയറിൽ പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഞാൻ വിശദമാക്കുന്നുണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് നോ എക്സ്പീരിയൻസ് ഈസ് എസെൻഷ്യൽ. അതായത് എക്സ്പീരിയൻസ് ഇതിലേക്ക് നിർബന്ധമല്ല, നമുക്കിത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനടുത്ത് രണ്ടാമത്തെ പോസ്റ്റ് ഇവിടെ കാണാം ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിലുള്ളൊരു ബിരുദം. ഓക്കെ, ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ബിരുദം പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണം, MBA വേണം. ഓക്കെ, അത് MBA അല്ലെങ്കിൽ MBAക്ക് തുല്യമായിട്ടുള്ള 2 വർഷം ഡ്യൂറേഷനുള്ള നിങ്ങൾക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും PG ഉണ്ടെങ്കിലും അങ്ങനെ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സ്പെഷ്യലൈസേഷൻ ഇതായിരിക്കണം HRM അല്ലെങ്കിൽ HRD അല്ലെങ്കിൽ PM&IR അല്ലെങ്കിൽ ലേബർ വെൽഫെയർ. ഈ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യലൈസേഷനോട് കൂടി നിങ്ങൾക്ക് MBA അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഗ്രാജുവേഷൻ പ്ലസ് എന്താണ് MBA ആണ്. സ്പെഷ്യലൈസേഷൻ ഇവിടെ പറയുന്നുണ്ട്. MBA ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഇക്വലൻ്റ് ആയുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നല്ല അവസരങ്ങളാണ്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, ഇതിലൊക്കെ നിങ്ങൾക്ക് അവസാന വർഷം പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി ഇവിടെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 2 വർഷത്തെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാനുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. PG നിങ്ങൾ ഹിന്ദിയോ ഇംഗ്ലീഷോ നിങ്ങൾ PG പഠിച്ചിരിക്കുക. അതിൽ നമ്മൾ ഡിഗ്രി ലെവലിൽ നമ്മൾ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സബ്ജക്റ്റായിട്ടും പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് എക്സ്പീരിയൻസുമാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് PG നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് PG പഠിച്ചിരിക്കുകയും ഡിഗ്രി ലെവലിൽ ഇംഗ്ലീഷും ഹിന്ദിയും നിങ്ങൾ രണ്ടും ഇംഗ്ലീഷും പഠിച്ചിരിക്കണം, ഹിന്ദിയും നിങ്ങളൊരു കമ്പൽസറി അല്ലെങ്കിൽ ഇലക്ടീവ് സബ്ജക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ് കേട്ടോ. 2 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ വേണം ഇതിലേക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് കേട്ടോ, ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജിലേക്ക്. എന്നാൽ ഈ 2 പോസ്റ്റിലേക്ക് നമുക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ആവുന്ന പോസ്റ്റാണ്. അപ്പോൾ നിൻ്റെ കൂട്ടുകാരാണ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കാണാം ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് എന്നുള്ളത് കൊണ്ട് അവിടെ മീൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏതെങ്കിലും ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങളുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം 18 മാക്സിമം 27 ആണ്. നിങ്ങളുടെ കാണാം 18/3/2025 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. 27 വയസ്സ് കഴിയാൻ പാടില്ല. ഇനി നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും.
OBC ആണെങ്കിൽ അവർക്ക് OBC NCL ആണെങ്കിൽ അവർക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 32 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. PWD കാൻഡിഡേറ്റ്സിൻ്റെ അതിൻ്റെ റിസർവ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 10 മുതൽ 15 വരെ 15 വർഷം വരെ അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 17 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 2 വീഡിയോ ചെയ്യുന്നത്. കാരണം ഇപ്പോഴത് ചെയ്യാൻ കാരണമുണ്ട്, നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പറേഷനൊക്കെ ഇപ്പോഴേ ചെയ്ത് തുടങ്ങാം. വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട വെച്ചിട്ടാണ് നേരത്തെ തന്നെ നിങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഇതിൻ്റെ സിലബസ് ഒക്കെ നമ്മുടെ വീഡിയോയിലുണ്ട്, കാണാൻ സിലബസ് ഉണ്ട്, ഇതൊക്കെ ഞാൻ പറയാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഫയർ സർവീസിലേക്ക് നിങ്ങൾ അപ്ലൈ ആണെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡും ഉണ്ട്, അതും പാടെ കേട്ടിട്ട് നിങ്ങൾ നോക്കട്ടോ എലിജിബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് കാണാം, മാർച്ച് 18 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. മാർച്ച് 18. അപ്പോൾ ഇതിൻ്റെ എക്സാം ഡേറ്റ് അവർ വെബ്സൈറ്റ് വഴി അറിയിക്കും. നമ്മുടെ വാട്സപ്പ് ചാനലും അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ അതുപോലെ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കും. ജസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഇനി ഇതിൻ്റെ പേ സ്കെയിലും കൂടെ കാണാൻ പറ്റും. ഓക്കെ, 40,000 1,40,000 CTC ഇവിടെ കാണാം. 13 ലക്ഷമാണ് പെർ ആനം വരുന്നത്. അപ്പോൾ CTC വരുന്നത് 13 ലക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് 1 ലക്ഷം നിയർ അല്ലെങ്കിൽ അതിന് മുകളിലായിട്ട് സാലറി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒട്ടനവധി അലവൻസ് DHR തുടങ്ങിയിട്ട് ഒട്ടനവധി അലവൻസും കാര്യങ്ങളും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ആണ് ഞാൻ പറഞ്ഞു. അവസാന വർഷം പഠിക്കുന്ന, അതായത് നിങ്ങൾ സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണ് പഠിക്കുന്നതെങ്കിൽ ഫൈനൽ സെമസ്റ്ററിൽ പഠിക്കുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ ഇയർ വൈസ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണ് പഠിക്കുന്നതെങ്കിൽ ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്കും എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷേ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ, അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വിളിക്കും. ഓക്കെ, നിങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വിളിക്കുന്ന സമയത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, റിസൾട്ട് വന്നതായിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൺസോളിഡേറ്റ് മാർക്ക് ഷീറ്റ് ഒക്കെ നിങ്ങൾ കാണിക്കേണ്ട അവസ്ഥ വരും. അത് കാണിച്ചിട്ടില്ലെങ്കിൽ അത് റിജക്റ്റ് ആയിപ്പോൾ, നിങ്ങളുടെ കാൻഡിഡേറ്റ് റിജക്റ്റ് ആയിപ്പോൾ. അപ്പോൾ നിങ്ങൾ പാസ്സായിരിക്കണം ആ സമയത്തേക്ക്. ഓക്കെ, അപ്പോൾ അതിനെന്തായാലും നമുക്ക് കുറച്ച് സമയം പിടിക്കും. ഒരു 5-6 മാസമൊക്കെ മിനിമം എന്താണ് ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണക്കാക്കി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതെല്ലാം നമുക്കൊരു എക്സ്പീരിയൻസ് ആവും. ഓക്കെ, ഇതിലേക്ക് എക്സാം എഴുതാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട് അവർ. അതുകൊണ്ട് അതൊരു എക്സ്പീരിയൻസ് ആകും. ഇനിയും ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ സ്കീമും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും എക്സാമിൻ്റെ ആ ഒരു എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ധാരണ ലഭിക്കാനും ഇത് ഉപയോഗപ്പെടും. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം തന്നെയാണ് ഞാൻ പറയുന്നത്. അത് മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് SC/ST OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലുണ്ടായിരിക്കണം കേട്ടോ, വാലിഡ് ആയിട്ടുള്ള. അതോടൊപ്പം തന്നെ ഒന്നിലധികം പോസ്റ്റിലേക്ക് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അത് നിങ്ങൾ സെപ്പറേറ്റ് ഓരോന്നിനും സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യണം, നിങ്ങൾ ഫീ ഒക്കെ അടിച്ച് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ഇനി അടുത്ത കുറച്ച് സെലക്ഷൻ പ്രോസസ്സാണ്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ പരിശോധിച്ച് അതിൽ നിന്നും എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, അവർ ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റിലേക്ക് എന്ത് ചെയ്യും, അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യും. അങ്ങനെ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ആദ്യം ഉണ്ടായിരിക്കുക. അത് നിങ്ങളുടെ ഇമെയിലിലേക്കൊക്കെ എന്ത് ചെയ്യും, അവർ അതിൻ്റെ ഇൻറ്റിമേഷൻ അയക്കും. അവരുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വാട്സപ്പ് ചാനൽ, ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് ഉണ്ട്. ഇതിലൊക്കെ ഫോളോ ചെയ്താൽ അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ഇടയ്ക്ക് കയറി നോക്കാം. ഓക്കെ, ഇനി ഇവിടെ നെഗറ്റീവ് മാർക്കൊന്നും എക്സാമിന് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ നല്ല രീതിയിൽ വായിച്ച് നോക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലേക്ക് അപ്ലൈ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്കാണ്. ബാക്കിയുള്ള പോസ്റ്റിലേക്ക് ആവശ്യമില്ല. ഹ്യൂമൻ റിസോഴ്സിലേക്കും ഒഫീഷ്യൽ ലാംഗ്വേജിലേക്കും പ്രശ്നമില്ല. ഈ പറയുന്ന പോസ്റ്റിൽ നമ്മുടെ ഫയർ സർവീസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് ഫിസിക്കൽ മെഷർമെൻറ്റും അതായത് ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ ഫിസിക്കൽ മെഷർമെൻറ്റും അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റും ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ കുറച്ച് നമുക്ക് ഓടാനും ചാടാനും ക്ലൈമ്പിങ് ചെയ്യാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കണ്ടീഷൻസ് ക്രൈറ്റീരിയ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വേറെ തന്നെ PDF ഉണ്ട്, അത് നോക്കിയിട്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് ഈ പറയുന്ന പോസ്റ്റ് കേട്ടോ, ഫയർ സർവീസിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ളതിലേക്കൊന്നും ആവശ്യമില്ല. അപ്പോൾ നിശ്ചിതമായുള്ള ഹൈറ്റ്, നിശ്ചയമായുള്ള ചെസ്റ്റ്, പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലെങ്കിലും അത് എപ്പോഴാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് കൂടെ കാണാം. ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ വാലിഡ് ആയിട്ടുള്ള പെർമനൻറ്റ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക്, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് മാൻഡറ്ററി അല്ല. നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടായിരിക്കണം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതായത് LMV ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിർബന്ധമില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ആ സമയത്തേക്ക് എടുത്താൽ മതി. ഇനിയിപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾ എലിജിബിൾ അല്ല എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ
ക്വാളിഫിക്കേഷൻ വൈസ് ഓക്കെയാണ്, നിങ്ങളുടെ ഹൈറ്റും കാര്യമൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന ലൈസൻസ് നിങ്ങൾ ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കുക. അപ്പോൾ നമുക്ക് ലൈസൻസ് പെട്ടെന്ന് തന്നെ കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല, ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് ലൈസൻസ് മതി. ഇനി നമ്മൾ ജോയിൻ ചെയ്താൽ 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഹെവി ലൈസൻസും എടുത്തിരിക്കണം. എടുത്തില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇൻക്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, തടയും. അങ്ങനെയുള്ള കുറച്ച് പ്രൊമോഷൻ സാധ്യതയൊക്കെ കുറയും എന്നുള്ള കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ അത് പിന്നെ നമ്മൾ ജോയിൻ ചെയ്ത് 2 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എടുത്താൽ മതി എന്നുള്ള കണ്ടീഷനാണ്. എന്നാൽ ഈ പറയുന്ന ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുണ്ടായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന പോസ്റ്റിലേക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രം കേട്ടോ, ബാക്കിയുള്ള പോസ്റ്റിലേക്കൊന്നും ഇത് ബാധകമല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ കയ്യിൽ സ്കാൻഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും അതുപോലെ സിഗ്നേച്ചറൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, ഇത്രയും മന്തിൻ്റെ ഉള്ളിൽ എടുത്തായിരിക്കണം. 30 KB 100 KB ഫയൽ സൈസ് ആയിരിക്കണം. 200 DPI ആയിരിക്കണം അതിൻ്റെ ഡോട്ട് പെർ ഇഞ്ച് എന്നുള്ള അതിൻ്റെ ആ ഒരു ക്ലാരിറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ സിഗ്നേച്ചർ നമുക്ക് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ടായിരിക്കണം. 20 KB 80 KB ആയിരിക്കണം ഫയൽ സൈസ്. ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ ഈസി ടൂൾ ഉണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രോപ്പ് ചെയ്യാനൊക്കെ അത് യൂസ് ചെയ്യാവുന്നതാണ്. അപേക്ഷാ ഫീസ് 1000 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. അപ്പോൾ വലിയൊരു എമൗണ്ട് ഉണ്ട്. അത് നിങ്ങൾക്ക് എന്താണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം കൂടുതൽ അപേക്ഷകൾ അങ്ങനെ വലിയ എമൗണ്ട് ഒക്കെ ഉണ്ടാകുമ്പോൾ വരില്ല. എന്നാൽ ഇവിടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരു ഫീസും കൊടുക്കണ്ട കേട്ടോ. നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, അതായത് വിമൻ ആണെങ്കിൽ, നിങ്ങൾ ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, യാതൊരുവിധ ഫീസും നിങ്ങൾ കൊടുക്കേണ്ടതല്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി SC ST കാൻഡിഡേറ്റ്സിനും PWD കാൻഡിഡേറ്റ്സിനും യാതൊരുവിധ ഫീസും കൊടുക്കണ്ട. ഇനി നമ്മുടെ ഈ പറയുന്ന AI നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്കും യാതൊരുവിധ ഫീസും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫീമെയിലിന് ഫീ വേണ്ട, SC STക്ക് ഫീ വേണ്ട, PWDക്ക് ഫീ വേണ്ട, AI അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്കും ഫീ വേണ്ട. പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവർക്ക് 1000 രൂപ ഫീ വേണം എന്നുള്ളത് ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് എവിടെ വെച്ചായിരിക്കും നടക്കുക എന്ന് പറഞ്ഞാൽ മേജർ സിറ്റി, നമ്മുടെ ഇന്ത്യയിലുള്ള മേജർ സിറ്റിയിലൊക്കെ നടക്കും, സെൻറ്റർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കേരളത്തിലും തിരുവനന്തപുരമൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഉറപ്പ് വരാൻ പറ്റില്ല, ഡിപ്പെൻസ് ഓൺ അവരെന്താണ് അപേക്ഷയുടെ എണ്ണം ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ബാംഗ്ലൂർ, ചെന്നൈയൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നമ്മുടെ ഈ പറയുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഫയർ സർവീസ് എന്ന് പറയുന്ന, അതായത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ് എന്ന് പറയുന്ന പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ മാത്രം ഈ ഭാഗം കണ്ടാൽ മതി. സിലബസ് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഫയർ സർവീസസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ആ ഒരു ഡിസിപ്ലിനിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ഇവിടെ മെയിൽ കാൻഡിഡേറ്റ്സിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 100 മീറ്റർ റണ്ണിംഗ് ആണ്. 12 സെക്കൻഡ് കൊണ്ട് എത്തിയാൽ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടും. 13 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ എത്തിയാൽ 18 മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞു വരും. ഇനി നിങ്ങൾക്ക് 50 കിലോഗ്രാംസ് ഉള്ള പൂയി നിറച്ചിട്ടുള്ള, അതായത് സാൻഡ് നിറച്ചിട്ടുള്ള ബാഗ് ലിഫ്റ്റ് ചെയ്തിട്ട് അത് 50 മീറ്റർ നമ്മൾ എന്തെങ്കിലും ക്യാരി ചെയ്യണം. അത് 20 സെക്കൻഡ് കൊണ്ട് എത്തിയാൽ 20 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ദെൻ 30 സെക്കൻഡ് കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് 16 ആയിരിക്കും. 40 സെക്കൻഡ് കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് 12 മാർക്കായിരിക്കും. ഇനി പോൾ ക്ലൈംബിംഗ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഫുൾ ഹൈറ്റിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 മാർക്ക്. അതിൻ്റെ 3/4 ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് 16 മാർക്ക്. അങ്ങനെ അത് റിഡക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്ക്. ഇനി റോപ്പ് ക്ലൈംബിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് അതുപോലെ ഫുൾ ഹൈറ്റിലാളെ 20 മാർക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഫുൾ ലാഡർ ക്ലൈംബിംഗ് ഉണ്ട്, അതുപോലെ ഡിസെൻഡിങ് ഉണ്ട്. അതിനും നമുക്ക് 35 സെക്കൻഡാണ് പറയുന്നത്. സെക്കൻഡ് കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് 100 മാർക്കിൽ നിങ്ങൾക്ക് വെറും 60 മാർക്ക് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 3 ഇവൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇതാ, അപ്പം ഇതിൽ ഈ 3 എണ്ണം നിങ്ങൾ ഫസ്റ്റത്തെ കാര്യം തന്നെ ചെയ്താൽ നിങ്ങൾക്ക് 20, 60 മാർക്ക് 60 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇത് പാസ്സായി. ഓക്കെ, അപ്പോൾ മിനിമം നമുക്ക് 100ൽ 60 മാർക്ക് കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് താഴോട്ടൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആ ഒരു ലെവലിലേക്ക് എത്തേണ്ടി വരും. ചിലതിൽ പെർഫോമൻസ് കുറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നതിൽ മാക്സിമം പെർഫോമൻസ് ഇടുക. അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കൂടും. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യമാണ്. ഫീമെയിൽ ആകുമ്പോൾ കുറച്ചൊരു റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ആണ്. ഫീമെയിലിൻ്റെ ഇത് അവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് മാച്ചിട്ട് കാണിക്കാം. ഓക്കെ, ഫീമെയിലിൻ്റെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്കിവിടെ കാണാം. ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ, സെക്കൻഡിലും ഹൈറ്റിലും ഇതിലൊക്കെ നമുക്ക് ചെറിയ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അവരും അത് നോക്കിയിട്ട് അനുസരിച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൽ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമുക്കിതിൽ 0 മാർക്ക് കിട്ടുന്ന അവസ്ഥകൾ ഇതിൽ പറയുന്നുണ്ട്. ജസ്റ്റ് നോക്കിയാൽ അത് വളരെ ഇവർ പറഞ്ഞ കണ്ടീഷനിലും വളരെ ലോ പെർഫോമൻസ് ആകുമ്പോൾ നമുക്കവിടെ 0 മാർക്കായിരിക്കും കിട്ടുക കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും 100ൽ വെറും 60 മാർക്ക് നേടിയാൽ മതി നിങ്ങൾ. ഇനി ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡാണ്. നിങ്ങൾക്ക് നിശ്ചിത ഹൈറ്റും വെയിറ്റും ഒക്കെ വേണം.
അപ്പം മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നല്ല ഫിസിക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഫിസിക്കലി നല്ല ഫിറ്റ് ആയിരിക്കണം. ഇനി ഐസൈറ്റിൻ്റെ കാര്യമാണെങ്കിൽ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും രണ്ട് കണ്ണിനും 6/6 ഉണ്ടായിരിക്കണം വിത്തൗട്ട് ഗ്ലാസ് യൂസ് ചെയ്യാതെ കറക്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് 6/6 എന്നുള്ള ലെവലിൽ ആ ഒരു കാഴ്ച ഉണ്ടായിരിക്കണം. ഡിസ്റ്റൻറ്റ് വിഷനാണ്. നിയർ വിഷന് കാര്യങ്ങളും അതുപോലെ കളർ വിഷൻ കാര്യങ്ങളിൽ നൈറ്റ് ബ്ലൈൻഡ്നസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഹിയറിംഗ് ആൻഡ് സ്പീച്ച് ആണ് ഇവിടെ. മെയിലാണെങ്കിൽ ഒക്കെ നോർമൽ ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഇനി മിനിമം ഹൈറ്റ് ഇവിടെ പറയുന്നത് ചെസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. മെയിലാണെങ്കിൽ 167 സെൻറ്റിമീറ്റർ എന്താണ് ഹൈറ്റ് വേണം. വെയിറ്റ് 55 കിലോഗ്രാംസ് ആണ് വേണ്ടത്. ഫീമെയിൽ ആണെങ്കിൽ 157, വെയിറ്റ് 45 കിലോഗ്രാംസ് മതി. ഓക്കെ, ഇവിടെ മെയിൽ കാൻഡിഡേറ്റ്സിന് ചെസ്റ്റ് നോർമൽ 81 സെൻറ്റിമീറ്ററും അത് എക്സ്പാൻഷനിൽ 5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഫീമെയിലിന് ചെസ്റ്റ് ബാധകമല്ല. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ. അപ്പോൾ ഇത് ഈ പറയുന്ന പോസ്റ്റിന് മാത്രമേ ബാധകമുള്ളൂ കേട്ടോ. ഫയർ സർവീസസ് എന്ന് പറയുന്ന പോസ്റ്റിന് മാത്രമേ ഈ പറയുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കുള്ളൂ. അതിൻ്റെ കൂടെ അവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കും കേട്ടോ. ബാക്കിയുള്ളതിനൊന്നും ഈ പറയുന്ന രീതിയിലുള്ള ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. പിന്നെ ട്രാൻസ്ലേറ്ററൊക്കെ ആണെങ്കിൽ അതിലേക്ക് അവർക്ക് അങ്ങനെയുള്ള കുറച്ച് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ മേ ബി പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന ഫയർ സർവീസ് ഡിസിപ്ലിനിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രം ബാധകமான കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള പോസ്റ്റിലേക്കൊന്നും ഇത്തരം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റോ അതല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡോ ബാധകമല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ സിലബസും കൂടെ കാണാൻ പറ്റും. ഫയർ സർവീസിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 120 മാർക്കിന് 2 മണിക്കൂർ ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. പാർട്ട് എയിൽ വരുന്നത് ജനറൽ നോളജ്, ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് 50% വെയിറ്റേജ് വരുന്നത്. ഈ പാർട്ട് ബിയിൽ വരുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡായുള്ള കാര്യങ്ങളാണ്. 50% ആണ് അതിൽ വെയിറ്റേജ് വരുന്നത്. അത് നിങ്ങൾക്ക് ഓരോ മേഖലയായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഹ്യൂമൻ റിസോഴ്സിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പാർട്ട് എയിൽ നേരത്തെ പറഞ്ഞ പോലെ GK, ജനറൽ ഇൻ്റലിജൻസ്, നിങ്ങൾക്ക് GA അതുപോലെ ഇംഗ്ലീഷ് ഇതാണ് വരുന്നത് 50%. പിന്നെ വരുന്നത് നിങ്ങളുടെ സബ്ജക്റ്റ് റിലേറ്റഡുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒഫീഷ്യൽ ലാംഗ്വേജ് ആണെങ്കിലും പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്കീം കൂടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സിലബസ് ഒന്നും നിങ്ങൾ വേറെ എവിടെയും നോക്കണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്കാണ് വരാൻ കിടക്കണം. AI റിക്രൂട്ട്മെൻറ്റ് എന്നിവിടെ കാണാം. 83 ജൂനിയർ എക്സിക്യൂട്ടീവ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴോട്ട് എത്തും. നിങ്ങളിവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ നിങ്ങൾക്ക് ഈ പറയുന്ന GK അതുമായി ബന്ധപ്പെട്ടുള്ള എക്സാമിൻ്റെ ഒരു സ്റ്റഡി കിറ്റിൻ്റെ ആമസോണിൽ നിന്ന് വാങ്ങാവുന്ന ഒരു ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിങ്ക് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും കിട്ടാം. ഇനി നമ്മുടെ വീഡിയോയിൽ പ്രൊഡക്റ്റ് അങ്ങനെ ആയിട്ടും കൊടുക്കാം. ഇനി നോട്ടിഫിക്കേഷൻ എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 17 ഫെബ്രുവരിയാണ്. അപ്പോൾ 17 ഫെബ്രുവരി വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ലിങ്ക് എന്ത് ചെയ്യും, ഇതിലേക്ക് ഇടും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇനി അപ്ലൈ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്ത് കാണിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കാണിക്കാവുന്നതാണ്. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മുടെ വാട്സപ്പ് ചാനൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് അവർ ഓൺലൈൻ അപ്ലിക്കേഷൻ ടീം എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അയച്ചു തന്നാൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കും. ഏതൊരു അപേക്ഷയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന വീഡിയോസുമായി റിലേറ്റ് ചെയ്തുള്ള എല്ലാ അപേക്ഷയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ലാസ്റ്റ് ഇയറിൽ ലാസ്റ്റ് സെമ്മിൽ പഠിക്കുന്നവരൊക്കെ ഉണ്ടാകും. അതിലേക്കൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയും നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റും. താങ്ക് യു.